കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ മഴയുടെ സമയമൊക്കെ ആണല്ലോ. ഇതുപോലെ ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ ചൂട് ചായക്കൊപ്പം സെർവ് ചെയ്യാനായിട്ട് നല്ല കിടു കോമ്പിനേഷൻ തന്നെയാണ്. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ടുള്ള ഒരു ചട്നിയും കൂടെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല കിടുവായിട്ടുള്ളൊരു കോമ്പിനേഷൻ തന്നെ. ഈ മഴ സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല കിടിലനായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ഐറ്റം തന്നെ. ഒന്ന് കണ്ടിട്ട് വന്നാലോ? ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാനുണ്ട്. 1/2 കപ്പ് അളവിൽ അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഈ ബൗളിലോട്ട് എടുത്തേക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ആദ്യം നമുക്ക് ഈ തൈരും ഈ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തൈരെടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്നാക്സിന് പുളിപ്പ് രസം ഉണ്ടാകും. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള തൈരുമായിരിക്കണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പം നല്ല ഒരു ഫ്ലഫി ആയിട്ട് തന്നെ നമ്മളിവ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ടിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മൈദയാണ്. 1 കപ്പ് അളവിൽ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് രണ്ടും കൂടെ ഇടകലർത്തി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും 1/2 കപ്പ് അളവിൽ മൈദയും അങ്ങനെ ഇടകലർത്തി വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഇനി ഈ സ്നാക്സ് കുറച്ച് ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇവയൊന്ന് യോജിപ്പിച്ചെടുക്കണം. ആദ്യം നമുക്ക് സ്പൂണ് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മൈദ എല്ലാ ഭാഗത്തും തൈരിൻ്റെ ആകത്തക്ക രീതിയിൽ ഒന്ന് സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്ത ശേഷം ഇനി ഞാൻ കൈകൊണ്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടണം. ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം. ഓയിലിലോട്ട് ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിലുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഇനി കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിനനുസരിച്ചാണ് നമ്മുടെ ഈ സ്നാക്സിന് സോഫ്റ്റ്നെസ് കിട്ടുന്നത്. ഇനി കൈകൊണ്ട് ഇതുപോലെ അടിച്ച് നല്ലതുപോലെ ഒന്ന് ഫ്ലഫി ആകുന്ന രീതിയിൽ നമ്മൾ അടിച്ചെടുക്കേണ്ടതുണ്ട്. കണ്ടോ, ഒത്തിരി അങ്ങ് ലൂസുമല്ല എന്നാൽ ഒത്തിരി അങ്ങ് ടൈറ്റും അല്ലാത്ത രീതിയിൽ ഞാനിങ്ങനെയാണ് കുഴച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കേണ്ടതുണ്ട്. ഒന്ന് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു 1 മണിക്കൂർ ഇത് അടച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഈ സ്നാക്സിനൊപ്പം നമുക്ക് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്നിയും കൂടെ തയ്യാറാക്കി എടുക്കാനുണ്ട്. 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും ഒരു ചെറിയ കൈപ്പിടി മല്ലിയിലയും എരിവിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളകും 2 ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം പുളിയും. ചെറിയ നെല്ലിക്ക വലുപ്പമുള്ള പുളിയുടെ ആവശ്യമേ ഉള്ളൂ. ഒത്തിരി പുളി കൂടിപ്പോയി കഴിഞ്ഞാലും ചട്നി കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇവയെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ മല്ലിയില ചേർത്തിട്ടുള്ളൊരു ചട്നിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മല്ലിയില ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ചേരുവകൾ ചേർത്തിട്ട് അരച്ചെടുത്താലും മതി. ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് ലൂസായിട്ടല്ല, ഇച്ചിരി കട്ടിക്കാണ് നമ്മൾ ഈ ചട്നി അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തോട്ടൊന്ന് താളിച്ച് ചേർത്താൽ മാത്രം മതി. പാനിലോട്ട് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ ചട്നിക്ക് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഉള്ളിയൊന്നും വറുത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കറി ലീഫ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി ലീഫ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കിന് ഒരു വറ്റൽമുളക് നുറുക്കി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും മാത്രമേ നമ്മൾ മൂപ്പിച്ച് ഈ ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ സ്നാക്സിൻ്റെ കൂടെ കഴിക്കാനുള്ള ചട്നിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. എരിവും ചെറിയ പുളിയും ഉള്ളൊരു ചട്നിയാണ് ഇത്. നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കൊപ്പം വേണമെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. ഇനി അതിലോട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം സവോളയും അതുപോലെ തന്നെ എരിവിന് വേണ്ടി 2 പച്ചമുളകും കുറച്ച് കറി ലീഫും ഇവയെല്ലാം നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവ അരിഞ്ഞെടുക്കുമ്പോൾ വളരെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഈ ഒരു കൂട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിപ്പോൾ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പാനിലോട്ട് ഇത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. കൈ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്ത ശേഷം ലേശം ബാറ്റർ എടുത്ത് നമ്മൾ ചെറിയ നുള്ളുകളായിട്ട് ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കണം. ഒത്തിരി വലുതാവരുത്, കാരണം ചെറിയതായിട്ട് നുള്ളിയിട്ട് കൊടുത്താൽ മതി. നമ്മളിവിടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ വലുതായി വരും.
ഇപ്പം മഴയുടെ സമയമൊക്കെ ആണല്ലോ, ഇതുപോലെ ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ ഈവനിങ് നമുക്ക് ചായയോടൊപ്പം സെർവ് ചെയ്യാനായിട്ട് നല്ല കിടു പലഹാരം തന്നെയാണ്. ആ ചട്നി കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇവിടെ ഞാൻ മുഴുവനും മൈദയിലാണ് തയ്യാറാക്കി എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മൈദയും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തി തന്നെ തയ്യാറാക്കി എടുക്കുക. ഒരു സൈഡ് ഏകദേശം ആയപ്പോഴത്തേക്കിനും ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് വെന്ത് കിട്ടേണ്ടതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാനും. തിരിച്ചു മറിച്ചുവിട്ട് ഈ ഒരു രീതിയിൽ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ സ്നാക്സ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. വീഡിയോ കാണുന്നതിനോടൊപ്പം ആ ലൈക്ക് ബട്ടണും കൂടെ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകല്ലോ. നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ടും കഴിയുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു നുള്ളുകളായിട്ട് നുള്ളിയിട്ട് കഴിയുമ്പോഴത്തേനും അത് നല്ലതുപോലെ വീർത്ത് വരും. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റാണ്. പുറവശം ചെറുതായ ഒരു ക്രിസ്പിയും അകവശം നല്ല സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത്. ഈ ചട്നി കൂട്ടി ഒന്ന് കഴിച്ചു കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ചട്നിയിൽ ഒരു ചെറിയ എരിവും പുളിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ പലഹാരം ഒന്ന് മുക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ചട്നി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പുറവശം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഉൾവശം നല്ല സോഫ്റ്റുമാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് തയ്യാറാക്കിയെടുത്ത ഈ പലഹാരവും ചട്നിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കുഞ്ഞു ചാനൽ സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകരുത്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.